ഹലോ ഫ്രണ്ട്സ്, ഇന്നും ഞങ്ങൾക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ വല്ലപ്പോഴും മാത്രമേ ചീര വരുള്ളൂ. അപ്പോൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ മേടിക്കും. നല്ല ഇവിടെ അടുത്ത് തന്നെയുള്ള പാടത്തുനിന്ന് നട്ട് ഒരു കർഷകൻ കൊണ്ടു കൊടുക്കുന്ന ചീരയാണ്. അപ്പോൾ വിഷമൊന്നും തളിക്കാത്ത കാരണം ഞങ്ങൾ അവിടെ കടയിൽ വരുമ്പോൾ ഞങ്ങൾ എപ്പോൾ കിട്ടിയാലും മേടിക്കും. ഇന്നലെയും പരിപ്പ് ചീരയൊക്കെ കൂട്ടാനായിരുന്നു. ഇന്നത് കാരണം ഇന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ചീര അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ല ചീരയാണ്, പുഴുക്കുത്തോ ഒന്നുമില്ലാത്ത നല്ല ഇലകളാണ് എല്ലാത്തിൻ്റെയും. മൂത്തട്ടുമില്ല, നല്ല തണ്ടും ഒക്കെ ഉണ്ട്. ചീര ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൂട്ടാൻ വെച്ചാലും ഉപ്പേരി വെച്ചാലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ കൂട്ടാൻ വെച്ച കാരണം ഇന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കലേക്ക്. അപ്പോൾ ചീര അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഗ്യാസുമ ചീഞ്ചട്ടിയിൽ വെക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, വെളിച്ചെണ്ണയും മൂത്ത് വന്നിട്ടുണ്ട്. ടങ്ങി അതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇടാം. ഞാൻ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞിട്ട് എടുത്തേക്കണേ കേട്ടോ. കടുക് വറുത്തിടണില്ല, ഉള്ളി മൂപ്പിക്കണമല്ലോ. മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി എടുക്കണുള്ളൂ. വെച്ചാൽ എന്താ വെച്ചാലേ എരിവ് അധികമായ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, അവൾക്ക് എരിവ് പറ്റില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചീര കൊടുക്കണത് നല്ലതാണല്ലോ. അപ്പോൾ എരിവ് അധികം ഇല്ലാണ്ട് വയ്ക്കുള്ളൂ. മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ചീര അതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, അധികം വേണ്ട. ഇതിൽ ചീരയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ തണ്ട് കുറച്ച് നേരം വേവണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഇനി 10 മിനിറ്റായി, നമുക്ക് ഇനി തുറക്കാം കേട്ടോ. നന്നായി വെള്ളം വറ്റിയിട്ടുണ്ട്. ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല, നന്നായി മൊരിഞ്ഞ പോലെ ഇരിക്കും ചീര. അങ്ങനെ ഇത്തിരി റോസ്റ്റായി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലേക്ക് ഇവിടെ ചീര ഉപ്പേരിയും പിന്നെ തൈര് പിന്നെ ചമ്മന്തി ഉണ്ട്, പിന്നെ പപ്പടം കൊണ്ടാട്ടമുളകൊക്കെയാണ് കേട്ടോ. ഇന്ന് കൂട്ടാനൊന്നും വെച്ചില്ല. ഈ ചീരുപ്പേരി കൂട്ടി എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അത് നന്നായി വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അതുവരെ ടാറ്റ ബൈ ബൈ.